നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രി സജി ചെറിയാനെ തള്ളി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വിവരം കിട്ടിയാൽ അന്വേഷിക്കാം, കേസെടുക്കാം, പരാതി ലഭിക്കണമെന്നില്ല. എത്ര ഉന്നതനായാലും ഉടൻ നടപടി കൈക്കൊള്ളണമെന്നും പി സതീദേവി. മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ഉടൻ വിതരണം ചെയ്യണം. ധർണയുമായി ഹാൻഡ്വീവ് എംപ്ലോയീസ് യൂണിയൻ. ലഭിക്കാനുള്ളത് 5 മാസത്തെ കുടിശ്ശിക. ശമ്പള പരിഷ്കരണവും ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യം. മഹാകാവ്യമണ്ണ് അഷ്ടമിരോഹിണിക്കൊരുങ്ങി. ചിറക്കൽ കടലായിൽ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണവുമായി അമ്മമാർ. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ പൂജകളും വഴിപാടുകളും മറ്റ് ക്ഷേത്രങ്ങളിലും ആഘോഷ പരിപാടികൾ. വാർത്തകൾ വിശദമായി. മന്ത്രി സജി ചെറിയാനെ തള്ളി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് എതിരായ വെളിപ്പെടുത്തലിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. വിവരം കിട്ടിയാൽ അന്വേഷിക്കാം, കേസെടുക്കാം, അതിന് പരാതി വേണമെന്നില്ല. എത്ര ഉന്നതനായാലും ഉചിതമായ നടപടി വേണം. ആരോപണത്തിന്റെ നിജസ്ഥിതി തെളിഞ്ഞാൽ പദവിയിൽ നിന്നും നീക്കണം. നടിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്നും വനിതാ കമ്മീഷൻ പറഞ്ഞു. ബംഗാളി നടിയുടെ ലൈംഗിക അതിക്രമ ആരോപണത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. മാധ്യമങ്ങളിലൂടെയാണ് ഇങ്ങനെ ബംഗാളിലുള്ള ഒരു നടി ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കാണാൻ ഇടവന്നിട്ടുള്ളത്. ഇത്തരത്തിൽ തൊഴിലിടത്തിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളായാലും നടപടി എടുക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ്റെ അഭിപ്രായം. അതിൽ യാതൊരു ആശങ്കയുമില്ല. കേരളത്തിൽ അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ പ്രമുഖരായിട്ടുള്ള പലരുടെയും പേരിൽ നടപടികൾ ഉണ്ടായിട്ടുണ്ട്, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കേസുകൾ തീർച്ചയായിട്ടും ഈ അതിജീവിതകൾക്ക് നീതി ലഭ്യമാകുന്നതിന് പര്യാപ്തമാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ രേഖാമൂലം പരാതി കിട്ടട്ടെ എന്നിട്ട് മാത്രം നടപടി എന്ന നിലപാട് ശരിയാണ്. അല്ല, അവരൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക്കായി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം. രേഖാമൂലം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടില്ല അവരുടെ പരാതി. അവരുന്നയിച്ചിട്ടുള്ള കാര്യം മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഉന്നയിച്ചു എന്നുള്ള വാർത്ത മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ പരാതി അവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആരോപണത്തിൻ്റെ മുകളിൽ അവരുന്നയിച്ചിട്ടുള്ള പരാതിയുടെ മേൽ അന്വേഷണം ഉണ്ടാവണം, നടപടി ഉണ്ടാവണം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ നടി ശ്രീലേഖ മിത്ര നടത്തിയ ആരോപണത്തിലാണ് വനിതാ കമ്മീഷന്റെ പ്രതികരണം. സർക്കാരിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടും. ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വിവരം കിട്ടിയാൽ കേസെടുക്കാം, അന്വേഷിക്കാം. നടിയുടെ ആരോപണം അന്വേഷിക്കണം. ആരോപണം തെളിഞ്ഞാൽ രഞ്ജിത്തിനെ മാറ്റണം. നടി പരാതി ഉന്നയിച്ചെങ്കിൽ തീർച്ചയായും അതിൽ അന്വേഷിച്ച് വ്യക്തത വരുത്തി നടപടിയെടുക്കണം. മാധ്യമങ്ങളിലൂടെയാണ് നടിയുടെ വിവരം അറിഞ്ഞത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രഞ്ജിത്തിനെ മാറ്റേണ്ടതിൽ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. തെളിയുന്ന പക്ഷം മാത്രമേ സ്ഥാനത്തു നിന്നും മാറ്റി നിൽക്കേണ്ടതുള്ളൂ. പരാതിക്കാരിക്ക് നിയമപരിരക്ഷ ലഭിക്കണം. എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടായിട്ടുണ്ട്. സിനിമാ മേഖലയുടെ അടക്കം നേരത്തെ നടപടി ഉണ്ടായിട്ടുണ്ട്. പരാതി ഉയർന്നാൽ അന്വേഷിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി വേണം. അന്വേഷണം നടക്കട്ടെ എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ വിശദീകരിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ മനോജ് ഖാന. ബംഗാൾ നടിയുടെ ആരോപണം ഗൗരവമുള്ളതാണ്. സിനിമയുടെ പേരും വർഷവും നടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നടപടിയാണ് വേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അമ്മയുടെ പ്രതികരണം അത്ഭുതമുളവാക്കുന്നു. സമാന്തര സിനിമകളിൽ അല്ല, വാണിജ്യ സിനിമകളിലാണ് ഇത്തരം പ്രവണതകൾ ഉള്ളത്. ഇനി വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. അല്ല, അമ്മയുടെ ഭാഗത്തു നിന്നുള്ള അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എന്നാലും ഇന്നലെ അമ്മയുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുള്ളൊരു പത്രസമ്മേളനത്തിൽ സിദ്ദിഖ് സാറ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എനിക്ക് വളരെ ഒരു അതിശയം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുഖ്യധാര സിനിമയിൽ ഇത്തരം സംഭവങ്ങൾ അവരെ അറിവിൽപ്പെട്ടെടുത്തോളം ഇല്ല. പിന്നീട് ഏതെങ്കിലും ഗ്രാമപ്രദേശത്തൊക്കെ നടക്കുന്ന സമാന്തര സിനിമകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനതിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് സിദ്ദിഖ് സാർ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം ഏത് സംഗതികളും നടക്കുന്നത് അത് പണത്തിൻ്റെ അല്ലെ മൂലധനത്തിൻ്റെ അതുപോലെ അധികാരത്തിൻ്റെ ഒക്കെ ഒരു അധീശത്വത്തിലാണ്. ഈ സമാന്തര സിനിമ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ പൈസക്ക് വളരെ കഷ്ടപ്പെട്ടും വളരെ കൂട്ടായ്മയിൽ രൂപപ്പെടുന്ന സിനിമകളാണ്.
അത്തരം സിനിമകളിൽ തൊഴിലാളിയും തൊഴിലുടമയും ഇല്ല, എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, അതിന് മറ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരും ഒരു കൂട്ടായ്മയിൽ ഒരു കുടുംബം പോലെ ചേർന്ന് നിന്നിട്ടാണ് ആ സിനിമ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിൽ പല വിധത്തിലുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികളെയും കൂട്ടായിട്ടാണ് പരിഹരിക്കുക. ഇപ്പോൾ ഒരു ഡ്രസ്സ് മാറാൻ സ്ഥലം ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ, പക്ഷേ അത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പരാതിയല്ല, അവരത് പരിഹരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പവറില്ല. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും കേരള പോലീസിന്റെയും സഹകരണത്തോടെ കണ്ണൂർ സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രക്ഷിതാക്കൾക്ക് വേണ്ടി ആന്റി റാഗിംഗ് ക്യാമ്പയിനിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ SI ധന്യ കിഷൻ ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും മൂവീസ് കാണില്ല. അപ്പോൾ ആ സമയം പോലെ തന്നെയാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് അതിൽ കുറച്ച് സമയമെങ്കിലും മക്കൾ വീട്ടിൽ വരുന്ന സമയത്ത് ആൺകുട്ടികളായാലും പെൺകുട്ടികൾ രണ്ടും പറയുന്നത് നമ്മൾക്ക് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വിഷയമാണ് നമ്മുടെ ലഹരി. ഇതൊക്കെ നോർമൽ കേസ്. പണ്ട് മുതിർന്ന ആൾക്കാർ മദ്യം എങ്ങനെ അകത്തേക്ക് ചെല്ലുന്നു നമുക്കറിയാം. ഇതൊരു ലഹരി എന്ന് പറയുന്നത് തന്നെ അതാണ് എൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ ഇതിൽ നിന്നും എന്തോ കിട്ടുമെന്ന പ്രതീക്ഷ, കിട്ടോ ഇല്ലയോ എന്നല്ല വിഷയം. അതുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗിക്കുന്നത് ആണുങ്ങളായാൽ മുതിർന്ന ആൾക്കാർ കുട്ടികളായാൽ. അപ്പൊ അതിൽ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ഇതിൽ പെട്ടുപോയാൽ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരൊരു ഗ്യാങ്ങായി പോകും. അതായത് ഇത് ഉപയോഗിക്കാത്തവരും ഉപയോഗിക്കുന്നവരും ഒരു ഗ്യാങ്ങായി വന്ന് അവർക്ക് ഹീറോയിസം മോഡലിലേക്ക് മാറും. സ്കൂളിൽ ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അത് ഊതി വലുതായി ഒരു അടിയിലേക്ക് പോകും. അടി പോയാൽ അതെന്തായി മാറും? സ്കൂളുകളിൽ ഒരു കമ്മിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അറിയോന്നറിയോ, ഒരു ആന്റി റാഗിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ നമ്മൾ റാഗിങ്ങിന് നല്ല കേസ് അതിന്റെ കോംപ്രമൈസ് എന്ന സംഭവം. നശിപ്പിക്കല്ലേ കൗമാരം ഭാവി തുലാസിൽ എന്ന ആശയവുമായി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും കേരള പോലീസിന്റെയും സഹകരണത്തോടെ കണ്ണൂർ സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് ആന്റി റാഗിംഗ് ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. SI ബോസ് കൊച്ചുമലയിൽ, പാനൽ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ M റാഗിങ്ങിനെ തുടർന്ന് ഉണ്ടാവാനിടയുള്ള ഭവിഷ്യത്തുകളെപ്പറ്റി രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി. പ്രിൻസിപ്പൽ K ഇസ്മായിൽ, പാരാ ലീഗൽ വളണ്ടിയർ സുമേഷ് CM തുടങ്ങിയവർ സംസാരിച്ചു. വായനാ മാസാചരണം ജില്ലാതല സമാപനം കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇൻഫർമേഷൻ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷാ കേരളം, PN പണിക്കർ ഫൗണ്ടേഷൻ, സാക്ഷരതാ മിഷൻ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ, വിദ്യാരംഗം, കലാസാഹിത്യ വേദി എന്നിവ സംയുക്തമായാണ് വായന മാസാചരണം സംഘടിപ്പിച്ചത്. സ്കൂൾ ന്യൂസ് ലെറ്റർ മത്സരം, നോവൽ ആസ്വാദന മത്സരം, തിരക്കഥ രചനാ മത്സരം എന്നിവയിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ അധ്യക്ഷത വഹിച്ചു. ഇൻഫർമേഷൻ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ EK പത്മനാഭൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, EC വിനോദ്, KC സുധീർ, PK പ്രേമരാജൻ, PS സജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഒരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി സജി ചെറിയാനെ തള്ളി വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. വിവരം കിട്ടിയാൽ അന്വേഷിക്കാം, കേസെടുക്കാം, പരാതി ലഭിക്കണമെന്നില്ല. എത്ര ഉന്നതനായാലും ഉടൻ നടപടി കൈക്കൊള്ളണമെന്നും P സതീദേവി. മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ഉടൻ വിതരണം ചെയ്യണം. ധർണയുമായി ഹാൻഡ്വീവ് എംപ്ലോയീസ് യൂണിയൻ. ലഭിക്കാനുള്ളത് 5 മാസത്തെ കുടിശ്ശിക. ശമ്പള പരിഷ്കരണവും ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യം. മഹാകാവ്യമണ്ണ് അഷ്ടമിരോഹിണിക്കൊരുങ്ങി. ചുരക്കൽ കടലായിൽ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണവുമായി അമ്മമാർ. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ പൂജകളും വഴിപാടുകളും മറ്റ് ക്ഷേത്രങ്ങളിലും ആഘോഷ പരിപാടികൾ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം,
എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹാൻഡ്വീവ് ജീവനക്കാർ കണ്ണൂരിൽ ഹാൻഡ്വീവ് ആസ്ഥാനത്തിന് മുന്നിൽ ധർണ നടത്തി. ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലവസരമുണ്ട് എന്ന് കണ്ടപ്പോ അപേക്ഷ കൊടുത്തു, അതിനകത്ത് ഇന്റർവ്യൂവിനകത്ത് പങ്കെടുത്ത് അങ്ങനെ ജോലിക്കകത്ത് പ്രവേശിച്ചവരാണ് ഹാൻഡ്വീവിനകത്തുള്ളത്. ആ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മാനേജ്മെന്റിനുണ്ട്. 5 മാസക്കാലത്തെ ശമ്പള കുടിശ്ശിക വെച്ചു കഴിഞ്ഞാൽ അത് ജീവനക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം ഒരു ജീവനക്കാരൻ സഹിക്കേണ്ടി വന്നാൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യാഘാതം വിവരണാതീതമായിട്ട് മാറും. അത്തരമൊരു സാഹചര്യം ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അത് അടിയന്തരമായിട്ട് പരിഹരിക്കണം. 5 മാസത്തെ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യുക, ശമ്പളം മാസം തോറും കൃത്യമായി വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹാൻഡ്വീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. SI K വിനോദ് അധ്യക്ഷത വഹിച്ചു. KK മനോജ്, PK രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം 13ാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 27-28 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 3000 യൂണിറ്റുകളിൽ നിന്നായി 600-ലേറെ പ്രതിനിധികൾ പങ്കെടുക്കും. EK നായനാർ അക്കാദമിയിൽ 27 രാവിലെ കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് 27-28 തീയതികളിൽ സമ്മേളനം വീണ്ടും റീഷെഡ്യൂൾ ചെയ്ത് നടത്താൻ നിശ്ചയിക്കുന്നത്. സംഘാടക സമിതി എന്ന നിലയിൽ സംസ്ഥാനത്തെ ഏതാണ്ട് വിശദമായ കാര്യങ്ങൾ നമ്മുടെ ജനറൽ കൺവീനർ പറയും. 3000 യൂണിറ്റുകൾ പ്രതികരിച്ചുകൊണ്ട് 600 പ്രതിനിധികളാണ് നമ്മുടെ ജില്ലയിലേക്ക്. അതിൻ്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. സംസ്ഥാനത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ വരുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രതിനിധികളെ വരവേൽക്കാനും നായനാർ അക്കാദമി വലിയ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ അതെല്ലാം അന്തിമഘട്ടത്തിലായിട്ട് ഒരുക്കുകയാണ്. നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള T പത്മനാഭൻ, M മുകുന്ദൻ, കമൽ, ആദവൻ, ദീക്ഷണ്യ, വിജയലക്ഷ്മി, സുനിൽ P ലേളം, TD രാമകൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ വിശിഷ്ട അതിഥികളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് സമ്മേളനത്തിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനാപരവും സാംസ്കാരികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. സംസ്ഥാനത്തിന്റെ പുറത്തുനിന്നുള്ള സൗഹാർദ്ദ പ്രതിനിധികളും സമാന സംഘടനയിൽ ഉൾപ്പെട്ടവരും പങ്കെടുക്കും. സംവിധായകൻ ഷാജി N കരുൺ അധ്യക്ഷനാകും. കഥാകൃത്ത് T പത്മനാഭൻ, M മുകുന്ദൻ, കമൻ ആദവൻ, ദീക്ഷണ്യ, വിജയലക്ഷ്മി, സുനിൽ P ലേടം, കമൽ, TD രാമകൃഷ്ണൻ, M സ്വരാജ്, M V ജയരാജൻ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് കലാസാഹിത്യ മത്സര വിജയികൾക്ക് സമ്മാനം നൽകൽ, പ്രതിനിധി സമ്മേളനം, പ്രവർത്തന റിപ്പോർട്ട് അവതരണം എന്നിവ നടക്കും. 28 രാവിലെ ഭാവി പ്രവർത്തന രൂപരേഖ, പുതിയ കമ്മിറ്റി രൂപീകരണം എന്നിവ നടക്കും. സംഘാടക സമിതി ചെയർമാൻ KV സുമേഷ് MLA, ജനറൽ കൺവീനർ MK മനോഹരൻ, നാരായണൻ കാവുമ്പായി, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, KT ശശി, TP വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു.
എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. രക്തം ദാനം ചെയ്യപ്പെടുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും കൂടിയാണ് ചെയ്യുന്നതെന്നും ഇത് കാരുണ്യ പ്രവൃത്തി കൂടിയാണെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ക്യാമ്പിൽ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ സാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റീന, മറ്റ് അധ്യാപകർ, PTA കമ്മിറ്റി അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യബോർഡ് കണ്ണൂർ മേഖല മത്സ്യത്തൊഴിലാളി അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കും കായിക മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയവർക്കും ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കണ്ണൂർ തയ്യിൽ ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കരുത്തുള്ളവരാക്കി മാറ്റി കായിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപോലെ സഹായകരവും പ്രോത്സാഹനജനകം പരീക്ഷണം ഇതെല്ലാം നിർവഹിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് എന്ന് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങൾക്ക് ഇവിടെ സംസാരിക്കുന്നത് പറയും. അടുത്ത പരിപാടിയിൽ പോകേണ്ട സ്ഥലം വളരെ വൈകി. അവിടെ ഇതുപോലെ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. അതിന് ഇസ്ലാം സഭയുടെ ഒരു പരിപാടിയുണ്ട്, അതിൽ പോകണം. മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ അധ്യക്ഷത വഹിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യ അതിഥിയായി. മത്സ്യബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജേഷ്, ഫിഷറീസ് ഓഫീസർ കെ ജസ്ന, MP ശ്രീനാഥ്, AT നിഷാദ്, KP അജിത്, CH അസീമ തുടങ്ങിയവർ സംബന്ധിച്ചു. ആദ്യ പച്ചമലയാളം കൃതിയായ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ മഹാകാവ്യം പിറന്ന മണ്ണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്കൊരുങ്ങി. ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അമ്മമാരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണവും ആരംഭിച്ചു. അഴീക്കോട് മോളോളം ശിവക്ഷേത്രത്തിലും കൃഷ്ണാഷ്ടമി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. തിങ്കളാഴ്ചയാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ 4-ന് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, 6-ന് ഗണപതി ഹോമം, അഖണ്ഡനാമജപം, 6:30-ന് ആനപ്പുറത്ത് ശീവേലി എഴുന്നള്ളത്ത്, 8:30-ന് നവകം പഞ്ചഗവ്യ പൂജ, 9:30-ന് കലശാഭിഷേകത്തോടെ ഉച്ചപൂജ, 12:30-ന് അന്നദാനം. വൈകുന്നേരം 6-ന് ആനപ്പുറത്ത് കാഴ്ച ശീവേലി, 8:30-ന് ദീപാരാധന, അർദ്ധരാത്രി ശ്രീകൃഷ്ണ ജന്മ മുഹൂർത്തത്തിൽ 12 മണി മുതൽ അർഘ്യപൂജ എന്നിവ നടക്കും. ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വിശേഷാൽ പൂജകളും മാതൃസമുദ്രയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ കൃഷ്ണഗാഥ പാരായണവും ഒരുക്കിയിട്ടുണ്ട്. പാർത്ഥസാരഥിക്ക് പ്രത്യേക പ്രതിഷ്ഠാ ശ്രീകോവിലുള്ള അഴീക്കോട് മോളോളം ശിവക്ഷേത്രത്തിലും കൃഷ്ണാഷ്ടമി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. അമ്മമാരുടെ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണം, ചുവർ ചിത്ര കലാകാരി NK ജമുനയുടെ ശ്രീകൃഷ്ണ ചിത്രങ്ങളുടെ പ്രദർശനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. അക്ലേത്ത് ശിവക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ജയന്തിയിൽ അമ്മമാരുടെ കൃഷ്ണപ്പാട്ട് പാരായണം ഒരുക്കിയിട്ടുണ്ട്. CMS ചന്ദേര മാഷ് സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠം ചിങ്ങം കൃഷ്ണപ്പാട്ട് പാരായണ പ്രചാരണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രൂപവൽക്കരിച്ച കൃഷ്ണപ്പാട്ട് വഴക്കം വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണം നടത്തി വരുന്നത്. നാടൻപാട്ടിന്റെ ആത്മാവ് കണ്ടറിഞ്ഞ സൗപർണിക കലാവേദിയിലെ അനുഗ്രഹീത കലാകാരനായിരുന്ന ഷാജു പനയന്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ അഴീക്കലിലെ ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ വെച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. ഷാജു എന്നുള്ള വാക്ക്, ആ പേര് മുഴുവൻ പറയാൻ സാധിക്കാതെ വരുന്നത് ഒരമ്മയെ പോലെ അമ്മ മകനോട് കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാ സ്നേഹവായ്പകളും പകർന്നു നൽകി അവരിങ്ങനെ ഒന്നിച്ച് അവര് കെട്ടിപ്പടുത്തൊരു സാംസ്കാരിക വേദി. ആ സാംസ്കാരിക വേദി നേടിയെടുക്കാത്ത നേട്ടങ്ങളൊന്നും കേരളത്തിലില്ല. ഒരുപക്ഷെ കേരളത്തില് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. കേരളോത്സവം എന്നൊക്കെ പറയുന്ന കലാ പരിപാടികളിൽ പ്രകടനത്തിന്റെ സമാനതകളില്ലാത്ത ചാതുര്യവും പ്രദർശിപ്പിക്കുക വഴി മുഴുവൻ ആളുകളെയും പ്രശംസ പിടിച്ചു പറ്റി അത് ജില്ലയെ പ്രതികരിച്ച് സംസ്ഥാനത്തിലേക്ക് പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും സംസ്ഥാനത്ത് 1-ാം സ്ഥാനം ലഭിക്കുകയും സംസ്ഥാനത്തിനെ പ്രതിനിധാനം ചെയ്ത് അങ്ങ് ദേശീയ തലത്തിൽ മത്സരിച്ച് കേരളത്തിലേക്ക് നാടൻ പാട്ടിന്റെ ഇനത്തിൽ കേരളത്തിലേക്ക് 1-ാം സമ്മാനം കൊണ്ടുവരികയും ചെയ്ത ഒരാളാണ്. പുതിയ പാട്ടുകൾ കണ്ടെത്തുകയാണ്.
പെറ്റു വളർത്തിയത് അമ്മയല്ലോ അമ്മ. അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാര്, ദൈവമാര്. സെക്രട്ടറി ഗീത അധ്യക്ഷത വഹിച്ചു. സുമേഷ് MLA മുഖ്യാതിഥിയായിരുന്നു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി അജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം കൺവീനർ ലവീൻ, ജിജേഷ് കൊട്ടാളി, പ്രവീൺ രുഗ്മ, സുജേഷ് പണിക്കർ, ലിജീഷ് കതിരൂർ, അനീഷ് കാപ്പാട്, നളിനി പാണപ്പുഴ, മനുരാഗ്, അർജുൻ, വിപിന ശരത്ത് എന്നിവർ സംസാരിച്ചു. ജലീൽ ചക്കാരക്കൽ സ്വാഗതവും അജയൻ CP നന്ദിയും പറഞ്ഞു. ഗിൽന, അമൽ, സായന്ത്, അബ്ദുൾ റഹ്മാൻ, സിന്ധു, സെനിത് ഫെർണാണ്ടസ്, ശ്രീഷ്മ, ഷംന, ഷിംന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് സൗവർണിക കലാവേദിയുടെ നാട്ടരങ്ങ് നാടൻപാട്ടും അരങ്ങേറി. വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു. കണ്ണൂരിൽ പുതിയ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖ ഇടപെടൽ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വൈകി ലഭിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖ ഇടപെടൽ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിൽ സ്ഥാപിക്കുന്ന പുതിയ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 5 കോടിയോളം കേസുകളാണ് ഇന്ത്യയിലാകെ കോടതികളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വൈകി ലഭിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന് നാം പറയാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുകൾ കേസുകൾ തീർപ്പാക്കാനെടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് പരാമർശിച്ചത്. കോടതി നടപടികളുടെ ഈ മെല്ലെപ്പോക്ക് പലപ്പോഴും നീതി നേടുന്നവർക്ക് ശിക്ഷയായി തോന്നാം എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. പരമോന്നത നീതിപീഠത്തിന്റെ അധ്യക്ഷൻ തന്നെ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖമായ ഇടപെടലുകൾ ഏറെ അനിവാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടേതുപോലൊരു രാജ്യത്ത് 5 കോടിയോളം കേസുകളാണ് ഇന്ത്യയിലാകെയുള്ള കോടതികളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത്. വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേസുകൾ തീർപ്പാക്കാനെടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് പരാമർശിച്ചത്. കോടതി നടപടികളിലെ ഈ മെല്ലെപ്പോക്ക് പലപ്പോഴും നീതി തേടിയെത്തുന്നവർക്ക് ശിക്ഷയായി തോന്നാമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷൻ തന്നെ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ നാം അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്, പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. 2016 ശേഷം സംസ്ഥാനത്ത് 105 കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ 577, സബോർഡിനേറ്റ് കോടതികളിൽ 2334 തസ്തികകൾ സൃഷ്ടിച്ചു. ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുവാൻ ഉതകുന്ന ഒട്ടേറെ നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹൈക്കോടതി ജഡ്ജിയും തലശ്ശേരി ജുഡീഷ്യൽ ഡിസ്ട്രിക്ട് പോർട്ട്ഫോളിയോ ജഡ്ജുമായ ജസ്റ്റിസ് TR രവി അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് K. സഹദേവൻ, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ KP രാജേന്ദ്ര ബാബു എന്നിവർ സംസാരിച്ചു. ആശുപത്രി മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചതിന് പിഴ. മട്ടന്നൂരിലെ HNC ഹോസ്പിറ്റലിനാണ് 30,000 രൂപ പിഴ ചുമത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും മട്ടന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗവും സംയുക്തമായി നടപ്പിലാക്കിയ പരിശോധനയിലാണ് മാലിന്യങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതായി കണ്ടെത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും മട്ടന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗവും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് തൊട്ടടുത്ത വാണിജ്യ കെട്ടിടത്തിന്റെ സമീപത്തായി മാലിന്യം തള്ളിയത് കണ്ടെത്തിയത്. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ഗുരുതര പിഴവ് വരുത്തിയതിനും മട്ടന്നൂരെ HNC ഹോസ്പിറ്റലിന് 30,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. മാസ്കുകൾ, സിറിഞ്ച്, രക്തം പുരണ്ട കോട്ടൺ എന്നിവ തൊട്ടടുത്ത സ്ഥാപനത്തിന്റെ ഒരു വശത്തായി തള്ളിയ നിലയിലാണ് പരാതി അന്വേഷിക്കാനെത്തിയ സംഘം കണ്ടത്. ആശുപത്രി മാലിന്യങ്ങൾ കൈമാറാനായി ഇമേജുമായി കരാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് തൃപ്തികരമായി സൂക്ഷിച്ചിരുന്നില്ല. തുറസായ സ്ഥലത്ത് കൂട്ടിയിട്ട ചപ്പുചവറുകൾ, രക്തം പുരണ്ട പഞ്ഞി, ബാൻഡേജ് എന്നിവയും കണ്ടെത്തി.
മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കാതിരിക്കുക, പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുക എന്നീ നിയമലംഘനങ്ങൾക്ക് മുനിസിപ്പൽ ആക്ടിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചാണ് ഹോസ്പിറ്റലിന് പിഴ ചുമത്തിയത്. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ എംലി ജി, എൻഫോഴ്സ്മെന്റ് ഓഫീസർ അജയകുമാർ, സ്ക്വാഡ് അംഗം ഷരീഖുൽ അൻസാർ, മട്ടന്നൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കുഞ്ഞിരാമൻ കെ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ് KM എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 6695, പവന് 53,560 രൂപ, വെള്ളി 93 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി സജി ചെറിയാനെ തള്ളി വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. വിവരം കിട്ടിയാൽ അന്വേഷിക്കാം, കേസെടുക്കാം, പരാതി ലഭിക്കണമെന്നില്ല. എത്ര ഉന്നതനായാലും ഉടൻ നടപടി കൈക്കൊള്ളണമെന്നും P സതീദേവി. മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ഉടൻ വിതരണം ചെയ്യണം. ധർണയുമായി ഹാൻഡ് വീവ് എംപ്ലോയീസ് യൂണിയൻ. ലഭിക്കാനുള്ളത് 5 മാസത്തെ കുടിശ്ശിക. ശമ്പള പരിഷ്കരണവും ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യം. മഹാകാവ്യമണ്ണ് അഷ്ടമിരോഹിണിക്കൊരുങ്ങി. ചുരക്കൽ കടലായിൽ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണവുമായി അമ്മമാർ. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ പൂജകളും വഴിപാടുകളും മറ്റ് ക്ഷേത്രങ്ങളിലും ആഘോഷ പരിപാടികൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.